നമസ്കാരം. 2022 മെയ് 13 അതുപോലെ മണ്ണുത്തിയിൽ പോലീസ് സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് നിന്ന് തൃശ്ശൂർ വഴി എറണാകുളത്തേക്ക് പോകുന്ന വാഹനങ്ങളും തിരിച്ചു പോകുന്ന വാഹനങ്ങളും ഒക്കെ സെർച്ചിന് വിധേയമാവുകയാണ്. അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വാഹനത്തിൽ നിന്ന് പോലീസിന് കുറച്ച് MDMA കിട്ടുന്നത്. 196 ഗ്രാം MDMA ആണ് അവർക്ക് ആ വാഹനത്തിൽ നിന്ന് കിട്ടിയത്. ആ വാഹനത്തിൽ ആ MDMAക്കൊപ്പം ഉണ്ടായിരുന്നത് ചാവക്കാട് സ്വദേശിയായ ബുർഹാനുദ്ദീൻ എന്ന വ്യക്തിയാണ്. പോലീസിന് ശരിക്കും ഒരു അത്ഭുതമാണ് ആ MDMAയുടെ അളവ്. സാധാരണഗതിയിൽ ആളുകളൊക്കെ പിടിക്കുമ്പോൾ 5 ഗ്രാം 8 ഗ്രാം 10 ഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ കയ്യിൽ MDMA ഉണ്ടാവുക. ഇത് ഒരു ഹ്യൂജ് കളക്ഷനാണ്. 196 ഗ്രാം MDMA എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ടിനുള്ള MDMA ആണ്. സ്വാഭാവികമായിട്ടും ഈ പ്രാവശ്യം വലയിൽ കുരുങ്ങിയത് ഒരു നല്ല പുള്ളിയാണെന്ന് ആ അളവ് വിളിച്ചു പറയുകയാണ്. പോലീസ് ഉടൻ തന്നെ നർക്കോട്ടിക് സെല്ലുകാരെ വിവരം അറിയിച്ചു. നർക്കോട്ടിക് സെല്ല് സ്ഥലത്തെത്തി അവരും ആ MDMA പരിശോധിച്ചു. വിശദമായ പരിശോധനയ്ക്ക് ലാബിലേക്ക് അയക്കണം. എന്നാലും സ്ഥിരമായി ഇത്തരം രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ അവർക്ക് അത് ഒറ്റ നോട്ടത്തിൽ തന്നെ MDMA ആണെന്ന് വ്യക്തമായി. ഇത്രയും അളവിൽ MDMA സാധാരണഗതിയിൽ പിടിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ നർക്കോട്ടിക് സെല്ലിനും ആ വ്യക്തിയിൽ താല്പര്യം തോന്നി. ചാവക്കാട് സ്വദേശിയായ ബുർഹാനുദ്ദീനെ വിശദമായി ചോദ്യം ചെയ്യാൻ നർക്കോട്ടിക് സെല്ലും പോലീസും തയ്യാറാകുന്നത് ആ നിമിഷം മുതലാണ്. വിശദമായ ചോദ്യം ചെയ്യലിന് അവനെ വിധേയമാക്കിയത് ഒരു കാര്യം അറിയാൻ വേണ്ടിയാണ്. ഈ 196 ഗ്രാം MDMA ആർക്കൊക്കെ വിൽക്കാൻ വേണ്ടിയാണ് അവൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും അവനൊരു കാരിയറാണ്, അവനൊരു വിൽപ്പനക്കാരനാണ്. അക്കാര്യത്തിൽ പോലീസിന് സംശയമൊന്നുമില്ല. സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും അതുപോലെ സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ധാരാളം MDMA എത്തുന്നു എന്ന കാര്യം പോലീസിന് അറിയാം. കൃത്യമായ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ ആ ആളുകളിലേക്ക് പോലീസിന് എത്താൻ പറ്റും. പോലീസ് അവനെ അങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴാണ് അവന്റെ ഫോണിൽ നിന്ന് മറ്റു ചില ഇൻഫർമേഷൻ പോലീസിന് കിട്ടുന്നത്. ഈ MDMA അവന് സപ്ലൈ ചെയ്ത ആളുകളെ കുറിച്ചുള്ള സൂചനകൾ അവന്റെ ഫോണിനകത്തുണ്ട്. അവൻ ചില കോഡ് പേരുകളൊക്കെ എഴുതി രേഖപ്പെടുത്തിയിരുന്ന നമ്പറുകൾ കൗതുകത്തിന്റെ പേരിൽ പോലീസ് എടുക്കുകയും അവനോട് ചോദിക്കുകയും ചെയ്തപ്പോഴാണ് അവൻ ആ നമ്പറിന്റെ പിന്നിലുള്ള ആളുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. ആ 2 നമ്പറും ബാംഗ്ലൂരിലാണ്. പോലീസ് ഉടൻ തന്നെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു. മണ്ണുത്തി പോലീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരും നർക്കോട്ടിക് സെല്ലിലെ ഉദ്യോഗസ്ഥരും ആ ബുർഹാനുദ്ദീനെയും കൊണ്ട് ബാംഗ്ലൂരിലെത്തി. ബാംഗ്ലൂർ വഴിയാണ് അവന് ഈ MDMA കിട്ടിയെന്നുള്ള കാര്യം അവൻ തന്നെ പോലീസിനോട് സമ്മതിച്ചതാണ്. അവിടെയുള്ള 2 ആളുകളുടെ ടെലിഫോൺ നമ്പരും അവരുടെ പേരും വരെ അവൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. പോലീസിന്റെ നമ്പറിൽ നിന്ന് ആ നമ്പറിലേക്ക് വിളിച്ചാൽ ഒരു കാരണവശാലും ആ നമ്പറിന്റെ ഉടമകൾ എടുക്കത്തില്ല. സ്വാഭാവികമായിട്ടും അതറിയാവുന്ന പോലീസ് ഈ ബുർഹാനുദ്ദീൻ എവിടെ വെച്ചാണ് സാധാരണഗതിയിൽ ആ MDMA ഏറ്റുവാങ്ങുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ എത്തിച്ച് അവനെ കൊണ്ട് ആ നമ്പറിലേക്ക് വിളിപ്പിച്ചു. കാത്തു നിൽക്കാൻ അവന് നിർദ്ദേശം കിട്ടി. അവൻ പറഞ്ഞ അളവിലുള്ള MDMAയുമായി ഏകദേശം ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2 ചെറുപ്പക്കാർ പോലീസ് കാത്തു നിൽക്കുന്ന ഭാഗത്തെത്തി. ശരിക്കും നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും ഒക്കെ തന്നെയാണ് ഇവർ ഈ MDMA കൈമാറാനായി ഉപയോഗിക്കുന്നത്. ആളൊഴിഞ്ഞ ഭാഗമൊന്നും അവരിതിന് തിരഞ്ഞെടുക്കാറില്ല. പെട്ടെന്ന് സാധനം കൈമാറി കടന്നു പോകുന്ന ഒരു രീതിയാണ് അവർക്കുള്ളത്. നല്ല തിരക്കുള്ള മെജസ്റ്റിക്കിലെ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് അതിവേഗതയിൽ വന്ന 2 ആളുകൾ ബുർഹാനുദ്ദീന്റെ അടുത്തേക്ക് വരുമ്പോൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന പോലീസ് പെട്ടെന്ന് അവരങ്ങ് വളഞ്ഞു. ആ 2 ആളുകളും ഒറ്റ നോട്ടത്തിൽ ഇന്ത്യക്കാരല്ല എന്ന് വ്യക്തമായതുകൊണ്ടാണ് പോലീസ് അവരങ്ങ് വളഞ്ഞത്. ഈ ബുർഹാനുദ്ദീനൊപ്പം ആ 2 വിദേശികളെയും പൊക്കിയ പോലീസ് അവരുമായി നേരെ എത്തിയത് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലാണ്. മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്കുള്ള അവരുടെ ആ യാത്രക്കിടയിൽ തന്നെ അവരുടെ ഐഡന്റിറ്റി പോലീസ് മനസ്സിലാക്കി. ഹസൻ എന്ന ആ പലസ്തീൻകാരനും മുഹമ്മദ് എന്ന ആ സുഡാൻകാരനും കുറെ നാളുകളായിട്ട് ഈ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. അവർക്ക് ഈ ചാവക്കാടുകാരൻ മാത്രമല്ല ഏജന്റ് ആയിട്ടുള്ളത്. മിക്കവാറും സൗത്ത് ഇന്ത്യ ബേസ് ചെയ്താണ് അവരുടെ സപ്ലൈ ഒക്കെ. ബഹ്റുദ്ദീൻ ആവശ്യപ്പെട്ട അനുസരിച്ച് 300 ഗ്രാം MDMAയുമായിട്ടാണ് അവര് ബഹ്റുദ്ദീനെ കാണാൻ വന്നത്. ആ 300 ഗ്രാമും നേരത്തെ ബഹ്റുദ്ദീന്റെ കയ്യിൽ നിന്ന് പിടിച്ച 196 ഗ്രാമും ചേർത്ത് ഇപ്പോ 496 ഗ്രാം MDMA പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഇതൊരു വലിയ അളവാണ്. ഏകദേശം 1/2 കിലോയോളം MDMA ഇപ്പൊ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ അളവിൽ MDMA സപ്ലൈ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ മുന്നിൽ വലിയൊരു സിൻഡിക്കേറ്റോ വലിയ സിസ്റ്റം ഉണ്ടാവണം. പോലീസ് ആ ഭാഗത്തേക്ക് എത്താനുള്ള ഒരു ശ്രമത്തിലാണ്. ഈ ബഹ്റുദ്ദീനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവനെ ചോദ്യം ചെയ്യുന്ന ആ നിമിഷം മുതൽ പോലീസ് ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവര് സാധാരണഗതിയിൽ മുകളിലുള്ള കണ്ണികളെ കുറിച്ച് ഒരു ഇൻഫർമേഷനും കൈമാറത്തില്ല. മുകളിലുള്ള കണ്ണിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൈമാറിയാൽ
അവർ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഒരു ഫീൽ അവന്മാർക്കുള്ളത് കൊണ്ടാണ് അവർ ആ കാര്യം പറയാത്തത്. ബെഹ്റുദ്ദീനെ വളരെ വിദഗ്ധമായി അവന്റെ ചാവക്കാട് വീട്ടിൽ വെച്ച് കുടുക്കിയാണ് യഥാർത്ഥത്തിൽ അവന്റെ മുകളിലുള്ള ആ സുഡാൻകാരന്റെയും പാലസ്തീൻകാരന്റെയും നമ്പർ അവന്റെ ഫോണിൽ നിന്ന് പോലീസ് സംഘടിപ്പിച്ചത്. അതേ സുഡാൻകാരനെയും പാലസ്തീൻകാരനെയും തികച്ചും അപ്രതീക്ഷിതമായി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പൊക്കിയ പോലീസ് അവരെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും അവർക്ക് ആരാണ് ഈ സാധനം സപ്ലൈ ചെയ്യുന്നതെന്നുള്ള കാര്യം മാത്രം പറയുന്നില്ല. ശരിക്കും നിർവികാരമായും അവര് കൈകെട്ടി സെല്ലങ്ങനെ ഇരിക്കുകയാണ്. അവരെ മൃഗീയമായി തല്ലിയാലും ഏത് ശൈലിയിൽ ഭേദ്യം ചെയ്താലും അവരൊരു ഉത്തരവും പറയത്തില്ല. അടിയും ഇടിയും കൊണ്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് പതുക്കെ പതുക്കെ അടവന്ന് മാറ്റി. അനുനയത്തിന്റെ വഴിയിലേക്ക് കടന്ന പോലീസ് അവരെ പതുക്കെ ഒരു കുപ്പിയിൽ ആക്കിയെന്ന് തന്നെ പറയാം. അവർക്ക് ആരാണ് സാധനം സപ്ലൈ ചെയ്യുന്നുള്ള വിവരം അവരെ ഹാൻഡ് ഓവർ ചെയ്താൽ അവരെ രക്ഷിക്കാമെന്ന് പോലീസ് വാക്കു കൊടുത്തപ്പോൾ പതുക്കെ പതുക്കെ അവന്മാർ പോലീസിന്റെ ആ വാക്കിൽ വിശ്വസിച്ച് അവർക്ക് മുകളിലുള്ള ആളിനെ കുറിച്ച് സൂചന പോലീസിന് നൽകി. അവരുടെ ബോസായി വരുന്ന ആളുടെ പേര് കെന്നാണ്. ആ കെന്ന് ഏത് രാജ്യക്കാരനാണെന്നോ എവിടത്തുകാരനാണെന്നോ അയാൾ എവിടെയാണ് താമസിക്കുന്നതെന്നോ ഒന്നും അവർക്കറിയത്തില്ല. കെന്ന് അവരുമായി ബന്ധപ്പെടുന്നത് തികച്ചും അപരിചിതരായ ആളുകളുടെ ഫോൺ വഴിയാവും. ഏതെങ്കിലും ഒരു അപരിചിതൻ അവരുടെ അടുത്തേക്ക് വരുന്നു, ആ ഫോണ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ആ ഫോണിലൂടെ കെൻ അവരോട് സംസാരിക്കുന്നു. അതല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഒരു കോൾ വിളിയുമില്ല. വേറെ ഒരു തരത്തിലും കെന്ന് കോൺടാക്ട് ചെയ്യാറുമില്ല. മുഹമ്മദിനെയും അതുപോലെ ആ പാലസ്തീൻകാരനെയും കോൺടാക്ട് ചെയ്യുന്ന ആളുകളും മാറിക്കൊണ്ടേയിരിക്കും. വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ആളുകൾ വ്യത്യസ്ത സ്ഥലത്ത് വെച്ച് വ്യത്യസ്ത സന്ദർഭത്തിൽ ഈ രണ്ടുപേരെയും കോൺടാക്ട് ചെയ്യേണ്ട പതിവ്. മുകളിലുള്ള ആളിനെ കുറിച്ചോ കോൺടാക്ട് ചെയ്യുന്ന ആളിനെ കുറിച്ചോ കൂടുതൽ കാര്യങ്ങൾ തിരക്കാൻ പാടില്ല എന്നുള്ള കാര്യം അവരോട് തുടക്കത്തിൽ തന്നെ അവരെ കോൺടാക്ട് ചെയ്ത ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തിരക്കുന്ന പതിവ് ഈ പാലസ്തീൻകാരനും അതുപോലെ സുഡാൻകാരനും ഇല്ല. എന്തായാലും അവര് പോലീസിന് നൽകിയ ആ പേര് അത് പോലീസിന്റെ കയ്യിലുണ്ട്. വളരെ രസകരമായൊരു പേര്, കെൻ. ആരായി കെൻ? അയാള് ബാംഗ്ലൂരുകാരനാണോ അതോ ഇനി മറ്റ് ഏതെങ്കിലും രാജ്യക്കാരനാണോ? ഒരു വിവരവും പോലീസിനില്ല. പക്ഷെ പോലീസ് വളരെ സമർത്ഥമായ ഒരു അന്വേഷണം തന്നെ നടത്തി. ആ അന്വേഷണത്തിൽ അനവധി ഏജൻസികളുടെ സഹകരണം പോലീസിന് കിട്ടി. ഇന്ത്യയിൽ നടക്കുന്ന ക്രൈം ആക്ടിവിറ്റീസിനെ ഒറ്റ ചാനലിലൂടെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്ന ചില സംവിധാനങ്ങളൊക്കെ എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട്. ഏത് സ്റ്റേറ്റിലെ ക്രിമിനലിനെയും അങ്ങനെ പോലീസിന് അറിയാൻ പറ്റും. ആ സിസ്റ്റം തുടങ്ങിയിട്ട് അധിക വർഷങ്ങളൊന്നും ആയിട്ടില്ല. പോലീസ് അങ്ങനെ വിവരം തിരക്കുമ്പോഴാണ് ആ നെറ്റ്വർക്കിലൂടെ പോലീസിന് ഒരു ഇൻഫോർമേഷൻ കിട്ടിയത്. ദേശീയ തലസ്ഥാനമായ ദില്ലിയിൽ കെൻ എന്ന പേരിലുള്ള ഒരാളെ കുറിച്ചുള്ള ചില കഥകളൊക്കെ അവിടെ രഹസ്യമായി പ്രചരിക്കുന്ന കാര്യമാണ് പോലീസ് അറിഞ്ഞത്. പോലീസിന് ആകെ കിട്ടിയ ഇൻഫർമേഷൻ അത് മാത്രമാണ്. MDMA വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡ്രഗ്സ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഒരു കെൻ ഉണ്ട്. ആ കെൻ വഴിയാണ് സാധനങ്ങൾ സപ്ലൈ ചെയ്യപ്പെടുന്നെന്നുള്ള കാര്യം ഒരു ഡീലറെ പൊക്കിയ സമയത്ത് ദില്ലിയിലെ നാർക്കോട്ടിക് സെല്ലിന് കിട്ടിയിരുന്നു. അതിൽ നിന്നാണ് ഇൻഫർമേഷൻ അവസാനം കേരള പോലീസിൽ എത്തിയത്. സാധാരണഗതിയിൽ ഈ ചാവക്കാടുകാരനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ വെച്ച് MDMA കേസ് അവസാനിക്കേണ്ട പതിവ്. പക്ഷെ മണ്ണുത്തി പോലീസിന് ആ 196 ഗ്രാമിന്റെ ആ വലിപ്പം അസ്വാഭാവികമായ ഒരു വലിപ്പമായി ഫീൽ ചെയ്തതുകൊണ്ടാണ് അവനിലൂടെ അന്വേഷണം മുകളിലേക്ക് കൊണ്ടുപോകാൻ അവരൊരു ശ്രമം നടത്തിയത്. അതിന്റെ ഫലമായിട്ടാണ് ആ 300 ഗ്രാം MDMAയും ബാംഗ്ലൂരിൽ നിന്ന് ഒരു സുഡാൻകാരനെയും പാലസ്തീൻകാരനെയും മണ്ണുത്തി പോലീസിന് കിട്ടിയത്. സാധാരണഗതിയിൽ അവിടെയെങ്കിലും കേസ് അവസാനിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ കേരള പോലീസ് ഒരു സ്റ്റെപ്പ് കൂടി മുകളിലേക്ക് പോകാന്ന് വിചാരിച്ചു. ഇതാരാ ഇത് സപ്ലൈ ചെയ്യുന്നത് അതറിയണമല്ലോ. ആ അന്വേഷണമാണ് കെൻ എന്ന പേരിലേക്കും അവസാനം ദില്ലിയിലേക്കും എത്തുന്നത്. ഇതിനു വേണ്ടി നമ്മുടെ മണ്ണുത്തി പോലീസ് എടുത്തത് 3 മാസമാണ്. ആ കെൻ ഒരു നൈജീരിയക്കാരനാണെന്നും ദില്ലിയിൽ എവിടെയോ താമസിക്കുന്ന ആളാണെന്നുള്ള വിവരം വരെ മണ്ണുത്തി പോലീസ് സംഘടിപ്പിച്ചു. അയാളാണ് ഈ കാർട്ടലൊക്കെ നിയന്ത്രിക്കുന്നത്. ഒരു ഇലുമിനാറ്റി ശൈലിയിൽ ദില്ലിയിൽ എവിടെയോ അയാളുണ്ട്. ആ ആളെ പൊക്കുന്നതിനെ കുറിച്ച് വളരെ സീരിയസ് ആയി മണ്ണുത്തി പോലീസ് ആലോചിച്ചു തുടങ്ങി. മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ പ്രദീപ്, ജില്ലാ നർക്കോട്ടിക് വിഭാഗം ഇൻസ്പെക്ടർ സുബ്രതകുമാർ, ഒരു TV ജയൻ, അതുപോലെ രാകേഷ്, ഇവരടങ്ങിയ ഒരു ടീമാണ് ഇപ്പൊ ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അവർക്ക് കൃത്യമായ ഒരു വാശി, ഈ MDMAയുടെ ഉത്ഭവം എവിടെയാണെന്ന് അവർക്ക് അറിയണം. ആ ഉത്ഭവം അറിയാൻ വേണ്ടി കെന്നെ തേടി ദില്ലിയിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു. ദില്ലിയിലെത്തിയ ആ ടീം അവിടെയുള്ള പോലീസ് ടീമിനെ അവരുടെ ആവശ്യം അറിയിച്ചു. കെൻ എന്ന വ്യക്തിയെ തിരക്കിയാണ് കേരളത്തിൽ നിന്ന് പോലീസ് എത്തിയെന്ന് കേട്ടതും ദില്ലി പോലീസ് കേരള പോലീസിന് വളരെ വിശദമായ ഒരു ഇൻഫർമേഷൻ കൊടുത്തു. ഈ കെന്ന് ആഫ്രിക്കൻ കോളനിയിലാണ് താമസിക്കുന്നത്. ദില്ലിയിലെ ആഫ്രിക്കൻ കോളനികൾ ശരിക്കും രസകരമായ ഒരു കഥയുടെ പശ്ചാത്തലമുള്ള കോളനികളാണ്.
കീർക്കി എക്സ്റ്റൻഷനിലും വികാസ്പുരിയിലും അതുപോലെ തിലക് നഗറിലൊക്കെയാണ് ആ കോളനികൾ ഉള്ളത്. ആഫ്രിക്കൻ വിദ്യാർത്ഥികൾ ഒരുപാട് ദില്ലിയിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഫ്രിക്കയിലെ എല്ലാ രാജ്യങ്ങളുടെ എംബസികളും ദില്ലിയിലുണ്ട്. ഈ എംബസികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വസന്ത് വിഹാർ മേഖലയിൽ ആ പ്രിയ സിനിമയുടെ ചുറ്റുവട്ടത്തായി തമ്പടിച്ച് നിൽക്കുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും ഒക്കെ ഇഷ്ടംപോലെ ആളുകൾ നമുക്ക് കാണാം. ഒരു വൻ സമൂഹം തന്നെ ആ മേഖലയിൽ ഉണ്ടെന്നർത്ഥം. ആ സമൂഹത്തിന്റെ താമസമാണ് ഞാൻ ഈ പറഞ്ഞ കോളനികൾ എന്ന് പറയുന്നത്. ആ കോളനികളിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ കാണുന്നത് ആഫ്രിക്കൻ ഭക്ഷണം വിൽക്കുന്ന കടകളുടെ ഒരു ധാരാളിത്തമാണ്. ചില മേഖലകളിൽ 50-ലേറെ കടകളാണ് ആഫ്രിക്കൻ വിഭവങ്ങൾ മാത്രം വിൽക്കാനായി അവിടെ തുറന്നു വെച്ചിരിക്കുന്നത്. ഈ ആഫ്രിക്കൻ വിഭവങ്ങൾ കഴിക്കാൻ വേണ്ടി അവിടേക്ക് നാട്ടുകാരും ഒഴുകിയെത്തും. ആഫ്രിക്കയുടെ തനത് ശൈലിയിലുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആളുകളുടെ ഒരു ഇഷ്ടമായി മാറിയിട്ടുമുണ്ട്. അങ്ങനെ ഇടകലർന്ന ആളുകൾ വസിക്കുന്ന, അതേസമയത്ത് ഒരുപാട് ദുരൂഹതകൾ ഒളിച്ചിരിക്കുന്നതുമായി നമുക്ക് തോന്നുന്ന പ്ലേസുകളാണ് ഈ ആഫ്രിക്കൻ കോളനികൾ എന്ന് പറയുന്നത്. ആഫ്രിക്കക്കാരെ ഇഷ്ടംപോലെ അവിടെ കാണാം. നമ്മൾ അപരിചിതരാരെങ്കിലും ആ കോളനിക്ക് ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്കൊരു ഫീൽ ഉണ്ടാവും. നമ്മളെ ആരോ നിരീക്ഷിക്കുന്നു ഫീൽ. ശരിക്കും ആ കോളനിയിൽ പലതരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ ആക്ടിവിറ്റീസ് അവിടെ ഇവിടെയൊക്കെയായിട്ട് ഉണ്ട്. ആ ആക്ടിവിറ്റീസ് നിരീക്ഷിക്കാനായി വരുന്ന പോലീസോ ഒറ്റുകാരോ ആ കോളനിയിലേക്ക് കടക്കുകയാണെങ്കിൽ അത് ആ സമയത്ത് തന്നെ കണക്റ്റഡ് മേഖലകളിൽ അറിയിക്കാൻ അവർക്ക് വിപുലമായ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ തെരുവിലേക്ക് കടക്കുമ്പോൾ അനവധി കണ്ണുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈ ആഫ്രിക്കൻ കോളനിയിൽ താമസിക്കുന്ന ആളുകളോട് വിവേചനപരമായി പെരുമാറുന്ന മറ്റാളുകളും ഉണ്ട്. അതിന്റെ കാരണം ഈ ആഫ്രിക്കക്കാരുടെ നിറമാണ്. ആഫ്രിക്കക്കാരുടെ ആ നിറം ഇഷ്ടമല്ലാത്ത അനവധി ആളുകൾ ദില്ലിയിൽ വേറെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നുണ്ട്. ദില്ലി ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും എംബസികളുടെ കേന്ദ്രമാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റൈലിലുമുള്ള ആളുകൾ അവിടെ ഉണ്ടെന്ന് അർത്ഥം. വർണ്ണവിവേചനം ശരിക്കും പ്രകടമാണ്. ആ വർണ്ണവിവേചനം നിലനിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും പതുക്കെ അരങ്ങേറി തുടങ്ങിയത്. ആ ഇലീഗൽ ആക്ടിവിറ്റീസ് ഒരു പരിധി കടക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് 2014 ജനുവരി മാസത്തിൽ അർദ്ധരാത്രി ഈ കോളനികളിൽ ഒരു റെയ്ഡ് സംഘടിപ്പിച്ചു. കീക്കിരി എക്സ്റ്റൻഷൻ എന്ന ആ ആഫ്രിക്കൻ കോളനിയിലാണ് ആ ദിവസം റെയ്ഡ് നടന്നത്. ഇലീഗലായിട്ട് ഒത്തിരിയേറെ ആക്ടിവിറ്റീസ് അവിടെ നടക്കുകയാണെന്ന് പറയുമ്പോൾ അതിൽ ചിലതൊക്കെ ഈ സൈബർ ക്രൈം പോലുള്ള സംഭവങ്ങളാണ്. ATM കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പണം പിടുങ്ങുന്ന ഒരു ബിസിനസ് ആ കാലഘട്ടത്തിൽ വളരെ വ്യാപകമായി പ്രചരിച്ചു വരുന്ന ഒരു ഏർപ്പാടായിരുന്നു. അതിനെ ഒരു അറുതി വരുത്തുക എന്നുള്ളതും ആ റെയ്ഡിന്റെ ലക്ഷ്യമാണ്. ആ ATM തട്ടിപ്പ് ബിസിനസ്സിനെ തടയിടാൻ വേണ്ടിയും മറ്റ് മണി ലോണ്ടറിംഗ് ആക്ടിവിറ്റീസിന് തടയിടാൻ വേണ്ടിയൊക്കെയാണ് ആ റെയ്ഡ് നടന്നെങ്കിലും ആ റെയ്ഡ് സ്വാഭാവികമായും ആ സ്ഥലത്തിന്റെ പേര് ഒന്ന് പ്രസിദ്ധമാക്കി എന്ന് പറയാം. വേണമെങ്കിൽ അത് കുപ്രസിദ്ധി ഉണ്ടാക്കി എന്ന് പറയാം. അങ്ങനെയാണ് ആ പേര് പത്രങ്ങളിൽ പ്രിന്റ് ചെയ്ത് വന്നു തുടങ്ങിയത്, ആഫ്രിക്കൻ കോളനി. നമ്മൾ വിയറ്റ്നാം കോളനി സിനിമയൊക്കെ പറയൂലേ, അതേ ശൈലിയിൽ ആഫ്രിക്കൻ കോളനി കുപ്രസിദ്ധമായ ഒരു പേരായി മാറി. ദില്ലിയിൽ പല മേഖലകളിലും അത്തരത്തിലുള്ള കോളനികൾ പതുക്കെ രൂപപ്പെട്ടു വരികയാണ്. അത്തരത്തിലുള്ള ഏതോ ഒരു കോളനിയിലാണ് നമ്മുടെ ഈ പ്രധാന കഥാപാത്രമായ കെൻ താമസിക്കുന്നത്. ഈ ആഫ്രിക്കൻ കോളനികളിൽ എല്ലാം കൂടി ഏറ്റവും കുറഞ്ഞത് 50,000 ആഫ്രിക്കക്കാരെങ്കിലും താമസിക്കുന്നുണ്ട്. ഒരു ചെറിയ സംഖ്യയല്ല എന്നർത്ഥം. ഈ 50,000-ൽ പരം ആളുകളുടെ ഇടയിൽ നിന്ന് കെന്നിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകുന്നത് മറ്റൊരു കാര്യം കൊണ്ടാണ്. ഈ ആളുകളൊക്കെ ചെറിയ ഇടവഴികളുടെ അപ്പുറവും ഇപ്പുറവുമായിട്ടാണ് താമസിക്കുന്നത്. ആ ഇടവഴിക്കുള്ളിലേക്കുള്ള ആളുകളുടെ പ്രവേശനം വളരെ കർക്കശമായി നിരീക്ഷിക്കപ്പെടുന്നു എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. പോലീസ് ആണെങ്കിലും സ്വാഭാവികമായും അവിടുത്തെ നിരീക്ഷണത്തിന് വിധേയമാകും. അതിനകത്ത് കയറി ഒരാളെ പൊക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള പോലീസിന് പോലീസ് യൂണിഫോമിൽ ആ കോളനിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റില്ലെന്നാണ്. സാധാരണഗതിയിൽ അവിടെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന, ആഫ്രിക്കൻ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആളുകളുടെ ശൈലിയിൽ അവിടെ ചെല്ലുക, ഒരു നിരീക്ഷണം നടത്തുക, അതാണ് നടത്താൻ എളുപ്പമുള്ള മാർഗം. UP-യിലും ബീഹാറിലും ഒക്കെ ഉള്ള ഈ കുറുവ സംഘങ്ങളുടെ ഗ്രാമങ്ങൾ പോലെ വളരെ സെക്യൂർഡാണ് ഈ ആഫ്രിക്കൻ കോളനികൾ. അതിനകത്തേക്ക് കയറിയാൽ പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്രയും കാര്യങ്ങൾ ദില്ലി പോലീസാണ് കേരള പോലീസിനോട് പറഞ്ഞത്. അവർ പലപ്പോഴും കുറ്റം ചെയ്ത വ്യക്തിയുടെ താമസം ആഫ്രിക്കൻ കോളനിയിലാണെന്ന് അറിയുമ്പോൾ ആ കുറ്റം പതുക്കെ മറക്കുകയാണ് പതിവ്. അങ്ങനെ ദില്ലി പോലീസ് അന്വേഷിക്കാത്ത നിരവധി കേസുകളുണ്ട്. ശരിക്കും പ്രഷർ അവരുടെ മുകളിൽ ഉണ്ടാകുകയാണെങ്കിൽ മാത്രമേ അത്തരം കേസുകൾ അന്വേഷിക്കാനായിട്ട് അവർ ആ കോളനിയിലേക്ക് പോകും. അല്ലെങ്കിൽ ആ കോളനിയുമായി ഒന്നും ഉടക്കാതിരിക്കാൻ പോലീസ് പോലും ശ്രമിക്കും. അതും ദില്ലി പോലീസ് തന്നെ കേരള പോലീസിനോട് പറഞ്ഞു. പക്ഷെ നമ്മുടെ ചുണക്കുട്ടികൾ ദില്ലി പോയിരിക്കുന്നത് ഈ കഥകൾ കേട്ട് മടങ്ങി വരാനല്ലല്ലോ. അവർ അക്കാര്യം ദില്ലി പോലീസിനോട് തീർത്തു പറഞ്ഞു.
ഞങ്ങൾക്ക് എന്തായാലും കെന്നിനെ കിട്ടിയേ പറ്റൂ. കേരള പോലീസ് ഔദ്യോഗിക ആവശ്യത്തിലാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരോട് സഹകരിക്കാൻ ദില്ലി പോലീസിന് ബാധ്യതയുണ്ട്. ദില്ലി പോലീസും കേരള പോലീസും ചേർന്ന് അവസാനം ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തു. ദില്ലി പോലീസിന്റെ നർക്കോട്ടിക് വിഭാഗത്തിന് ശരിക്കും ദില്ലി മേഖലയിൽ ഈ ഡ്രഗ്സ് ഡീല് ചെയ്യുന്ന ആളുകളെ അറിയാം. വളരെ വിദഗ്ധമായിട്ട് തന്നെ ഈ നർക്കോട്ടിക് സെൽ ആ ആളുകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിയിൽ കവിഞ്ഞ് നർക്കോട്ടിക്സ് മാർക്കറ്റിൽ ഇറങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ നിമിഷം ഈ നർക്കോട്ടിക് സെൽ ഇടപെടും. സ്ഥിരമായി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. അത് നർക്കോട്ടിക് സെല്ലിനും അറിയാം. NGOസിനെ ഗവൺമെന്റ് തന്നെ ചുമതലകൾ കൊടുത്ത് പല ഏരിയകളും തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അവിടെ നിശ്ചിത എണ്ണം ആളുകൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളായി NGOയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അവർക്ക് സമയാസമയങ്ങളിൽ ഡ്രഗ്സ് എത്തിക്കുന്നത് NGOs ആണ്. ആ സമയത്ത് അവരുമായി ഉണ്ടാക്കുന്ന ബന്ധത്തിലൂടെ NGO വഴി പോലീസിലേക്ക് ഒരുപാട് ഇൻഫർമേഷൻ എത്തിയിട്ടുണ്ട്. ഡ്രഗ്സ് അവരിലേക്ക് ആദ്യം എങ്ങനെയാണ് എത്തിയത്, ആരായിരുന്നു ആ ദൂതൻ അല്ലെങ്കിൽ ആ ഡ്രഗ്സ് എത്തിച്ചുകൊണ്ടിരുന്ന ആള് എന്നൊക്കെ അവർ വഴി പോലീസിന് അറിയാം. അങ്ങനെയാണ് ഈ നർക്കോട്ടിക് സെല്ലിന് കുറെ ഡ്രഗ്സ് സെല്ലേഴ്സിന്റെ വിവരമുള്ളത്. ആ വിവരങ്ങൾ നർക്കോട്ടിക് സെല്ല് ദില്ലി പോലീസും കേരള പോലീസുമായി ഷെയർ ചെയ്തപ്പോൾ അവര് ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യും. ആ സ്ട്രാറ്റജിയുടെ ഒടുവിൽ കെന്നിനെ ആ ആഫ്രിക്കൻ കോളനിയുടെ പുറത്തു വെച്ച് വളരെ വിദഗ്ധമായി കുടുക്കിൽപ്പെടുത്തുകയും ചെയ്തു. കെന്നിനെ അവർ പോക്കി. അവന് 27 വയസ്സാണ് പ്രായം. അവനൊരു നൈജീരിയൻ വംശജനാണ്. അവന്റെ യഥാർത്ഥ പേര് കെൻ എന്നല്ല. അവന്റെ പേര് എബൂക്ക വിക്ടർ അനയോയി എന്നാണ്. നമ്മള് എമ്പുരാൻ സിനിമയിൽ പറയും പോലെ കബൂക്ക എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു കക്ഷി എബൂക്ക. ആ എബൂക്ക എന്ന പേര് മറച്ചു പിടിച്ചിട്ടാണ് അയാൾ കെൻ എന്ന പേര് ഉപയോഗിക്കുന്നത്. കെന്നിനെ അറസ്റ്റ് ചെയ്ത പോലീസ് അവനെ സാകേത് കോടതിയിൽ ഹാജരാക്കി 2 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അവൻ റിമാൻഡ് ചെയ്യപ്പെട്ടത് തിഹാർ ജയിലിലാണ്. ആ റിമാൻഡിലായിരിക്കുന്ന 2 ദിവസവും അവൻ ജയിലില് ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കായിരുന്നു. ശരിക്കും ഒരു ധിക്കാരപരമായ പെരുമാറ്റമാണ് കെന്നിന്റെ ഭാഗത്തുണ്ടായത്. എന്തായാലും 2 ദിവസം കഴിഞ്ഞപ്പോൾ കോടതി കേരള പോലീസിന് ഈ കെന്നിനെ ഹാൻഡ് ഓവർ ചെയ്തു. ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് അവനെ കൊണ്ടുവന്നത് ട്രെയിനിലാണ്. ട്രെയിനിൽ പല ഭക്ഷണവും വാങ്ങാൻ കിട്ടുമല്ലോ, പക്ഷെ അവൻ ബിരിയാണി മാത്രമേ കഴിക്കൂ. അവൻ ആവശ്യപ്പെടുന്ന സമയത്ത് അവൻ ആവശ്യമുള്ള അളവിൽ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ നമ്മുടെ പോലീസുകാർ നിർബന്ധിതരാണ്. എന്തായാലും കെൻ പോലീസുകാർക്കൊപ്പം ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കഴിച്ച് അങ്ങനെ സുഖമായി തൃശ്ശൂരെത്തി. അവനെ ദില്ലിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അവന്റെ കയ്യിൽ പാസ്പോർട്ടോ വിസയോ ഉണ്ടായിരുന്നില്ല. അവന്റെ കയ്യിലുള്ളത് ഒരു അഭയാർത്ഥി സർട്ടിഫിക്കറ്റാണ്. ഇന്ത്യയിൽ അഭയാർത്ഥി ആകാനായി അവൻ കൊടുത്ത അപേക്ഷ പരിഗണിച്ചു എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് അവന്റെ കയ്യിലുള്ളത്. എന്തായാലും ആ സർട്ടിഫിക്കറ്റോട് കൂടി അവനെ തൃശ്ശൂരിലെത്തിച്ച പോലീസ് അവനോട് പല കാര്യങ്ങൾ ചോദിച്ചെങ്കിലും അവൻ കൂടുതലൊന്നും വിട്ടുപറയാൻ തയ്യാറല്ല. അവനല്ല ആ MDMA ഉണ്ടാക്കുന്നതെന്ന് പോലീസിന് നന്നായിട്ട് അറിയാം. അവൻ ആ MDMA എവിടെ നിന്ന് കിട്ടുന്നു, ആരാണ് അവന് MDMA സപ്ലൈ ചെയ്യുന്നത്, അവനൊരു വലിയ നെറ്റ്വർക്ക് തന്നെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവന്റെ 2 സഹായികൾ മാത്രമാണ് അവിടെ ആ ബാംഗ്ലൂരിലുള്ളത്. അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ അവൻ ഒരുപാട് സഹായികളുണ്ട്. അവന്റെ പ്രധാന സപ്ലൈ കേന്ദ്രങ്ങൾ കർണാടകവും തമിഴ്നാടും കേരളവുമാണ്. ഈ 3 മേഖലയിലുള്ള ആളുകൾക്ക് ആവശ്യമായ MDMA സപ്ലൈ ചെയ്യാന്നുള്ളതാണ് അവന്റെ ടാർഗറ്റ്. ശരിക്കും വൻ ഡിമാൻഡ് MDMAക്ക് ഈ മേഖലയിൽ ഉണ്ടെന്നാണ് കെൻ അവസാനം പോലീസിനോട് സമ്മതിച്ചത്. വൻതോതിലുള്ള ബിസിനസ് പൊട്ടൻഷ്യൽ കേരളത്തിലും തമിഴ്നാട്ടിലും അതുപോലെ കർണാടകത്തിലും MDMAക്ക് ഉണ്ടെന്ന് ആ കെൻ കൂളായി പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് ശരിക്കും അമ്പരപ്പോടെ കെന്നിനെ നോക്കി പോവുകയാണ്. പലതരത്തിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും ആളുകൾ കണ്ടുപിടിക്കാറുണ്ട്. ഇതാ ഇവിടെ ഈ നൈജീരിയക്കാരൻ കണ്ടുപിടിച്ചിരിക്കുന്നത് MDMAക്കുള്ള മാർക്കറ്റാണ്. 2022 മെയ് 13 പോലീസ് ആ ചെക്കിംഗ് നടത്തുന്നതും 196 ഗ്രാം MDMA പിടിക്കുന്നത്. 2022 ഡിസംബർ 15 ആയപ്പോൾ അതിന്റെ 3 തലങ്ങളിലുള്ള ആളുകളെ പിടിക്കാൻ നമ്മുടെ മണ്ണുത്തി പോലീസിനായി. കേരളത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഒരു മയക്കുമരുന്ന് വേട്ട കേസിലും ഇത്രത്തോളം മുന്നേറുവാൻ കേരള പോലീസിന് പറ്റിയിട്ടേ ഇല്ല. പലപ്പോഴും ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസന്വേഷണമൊക്കെ കേരളത്തിനകത്ത് തന്നെ അവസാനിക്കേണ്ട പതിവ് അതിന് മുകളിലേക്ക് ഒരു ലെവൽ വരെയൊക്കെ ചില സമയത്ത് പോകാറുണ്ട്. ഇവിടെ അതൊക്കെ കഴിഞ്ഞ് രാജ്യ തലസ്ഥാനത്ത് പോയി ആ കോളനിക്കകത്ത് നിന്ന് അതിന്റെ സൂത്രധാരനെ പിടികൂടാൻ മണ്ണുത്തി പോലീസിന് കഴിഞ്ഞത് അവർക്ക് ആ MDMA എന്നുള്ള ദൂഷ്യം അവസാനിപ്പിക്കാനുള്ള താല്പര്യം കൊണ്ടാണ്. മണ്ണുത്തി പോലീസിലെ സബ് ഇൻസ്പെക്ടർ പ്രദീപ്, തൃശൂർ ജില്ലാ ആസ്ഥാനത്തെ നർക്കോട്ടിക് സെല്ലിലെ NJ സുബ്രതകുമാർ, അതുപോലെ ഒരു രാകേഷ്, ജീവനും വിപിൻ ദാസും, ഈ ടീമാണ് ഈ കേസ് അന്വേഷിച്ചത്. എന്തായാലും ഈ 5 ആളുകൾക്കും ഈ കേസിന്റെ അന്വേഷണ പുരോഗതിയിൽ ശരിക്കും വ്യക്തിപരമായി താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ടുകൂടിയാണ് ഈ കേസ് ഇത്ര വരെ എത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട്
ബാക്കി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കെന്നിനെയും കെന്നൊപ്പമുള്ള ആ ബാംഗ്ലൂരിലെ 2 ആളുകളെയും അതുപോലെ ആ ചാവക്കാടുകാരനെയും പോലീസ് റിമാൻഡ് ചെയ്ത് അവർക്കെതിരെ FIR സബ്മിറ്റ് ചെയ്ത് അവർക്കെതിരെ കേസ് നടക്കുകയാണ്. ഈ കേസ് ഞാനിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം നമ്മുടെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടും അല്ലാതെയൊക്കെ ഒരുപാട് മേഖലയിൽ നിന്ന് MDMA പിടിക്കപ്പെട്ട കഥകൾ വരുന്നത് കൊണ്ടാണ്. MDMAയുടെ മാർക്കറ്റിനെ കുറിച്ച് കെൻ പറഞ്ഞ ആ ഡയലോഗാണ് ഈ കഥ പറയാൻ എന്നെ യഥാർത്ഥത്തിൽ പ്രേരിപ്പിച്ചത്. കെൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പോലീസിന് ആ കാര്യം വ്യക്തമാക്കിയിരുന്നു. വളരെ വിശാലമായ ഒരു മാർക്കറ്റാണ് കേരളമെന്നാണ് അയാൾ പറഞ്ഞത്. ആ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ അയാൾ ഒരു ശ്രമം നടത്തിയപ്പോൾ പോലീസ് അയാളെ പിടിച്ചതാണ്. ഒരു കെന്നിനെ പിടിക്കുമ്പോൾ വേറെ ഒരുപാട് കെന്നുമാർ ഈ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വരുമെന്നുള്ളതാണ് സത്യം. എങ്ങനെ ഈ മാർക്കറ്റ് ഉണ്ടായി? അതാണ് കാതലായ ചോദ്യം. മാർക്കറ്റ് വെറുതെ ഉണ്ടായതല്ല, മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കിയതാണ്. നമ്മളെ കാണിച്ചും നമ്മളെ കേൾപ്പിച്ചും MDMA പോലുള്ള സാധനങ്ങളുടെ ഉപയോഗം ശരിക്കും സിനിമകൾ പ്രോത്സാഹിപ്പിച്ചതിന്റെ ഒരു ദൂഷ്യഫലം കൂടിയാണ് നമ്മൾ ഈ കാണുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇഷ്ടംപോലെ സിനിമകൾ കാണാറുണ്ട്. സകല സിനിമകളിലും ഇപ്പോൾ മദ്യപാനം ഒരു പ്രധാന അജണ്ടയായി മാറിയിരിക്കുകയാണ്. ഈ കേരളത്തിൽ മദ്യപിക്കാത്ത ഒരാൾക്കും ഒരു കഥയും ഇല്ലേ എന്ന് നിങ്ങൾക്ക് എന്തേ തോന്നാത്തത്? എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. ഏത് സിനിമ എടുത്താലും ഒരു മദ്യപാന രംഗം മസ്റ്റാണ്, സിഗരറ്റ് വലി മസ്റ്റാണ്. അത് ചില ഹിറ്റ് സിനിമകളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് തവണയാണ് കാണിക്കുന്നത്. ഇത് ബോധപൂർവം ആളുകളെ ഈ മദ്യപാനത്തിലേക്കും പുകവലിയിലേക്കും ആ പുകവലിയുടെ അടുത്ത ഘട്ടങ്ങളിലേക്കും ഒക്കെ ബോധപൂർവം എത്തിക്കുന്നതല്ലേ? ഇത് ബോധപൂർവമായ ഒരു എത്തിപ്പിക്കലാണെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് പണം ആരെങ്കിലുമൊക്കെ മുടക്കി കാണില്ലേ? അങ്ങനെ പണം മുടക്കുന്ന ആളുകൾ ഒരുപാട് ഉള്ളത് കൊണ്ടായിരിക്കത്തില്ലേ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പൊട്ടിയ സിനിമകളുടെ പേരും അവ വഴി നഷ്ടമായ എമൗണ്ടും ഒക്കെ പബ്ലിക്കായി വെളിച്ചത്ത് കൊണ്ടുവരപ്പോൾ അത് പറയേണ്ടതില്ല എന്ന് ചിലരൊക്കെ പറയുന്നത്? 1000 കോടി രൂപ മുടക്കിയിട്ട് വെറും 50 കോടിയോ 100 കോടിയോ മാത്രം റിട്ടേൺ ആണെന്ന് പറയുമ്പോൾ അതൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയണമെങ്കിൽ ആ പണം വേറെ ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ എത്തിയതാകാനാണ് സാധ്യത. അവർക്ക് വേറെ ഏതൊക്കെയോ ശൈലിയിൽ പണം തിരികെ കിട്ടുന്നുണ്ടാകണം. നമ്മൾ ഈ കേൾക്കുന്ന OTTയും സാറ്റലൈറ്റ് റേറ്റും ഒന്നും അല്ല യഥാർത്ഥത്തിൽ പണം വരുന്ന മാർഗങ്ങളെന്ന് തിരിച്ചറിയേണ്ട സമയം അതിക്രമിക്കുകയാണ്. വേറെ എന്തൊക്കെയോ സോഴ്സുകൾ ഈ നിർമ്മാണത്തിന്റെ പിന്നിലുണ്ട്. മദ്യം വെറുതെ സീനിൽ കാണിക്കുന്നതല്ല, സിഗരറ്റ് വെറുതെ കാണിക്കുന്നതല്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന രംഗങ്ങൾ വെറുതെ കാണിക്കുന്നതല്ല, മനഃപൂർവ്വം ബോധപൂർവം അത് കാണിക്കുന്നതാണ്. അങ്ങനെ കാണിച്ചാൽ പണം മുടക്കാൻ ആർക്കൊക്കെയോ താല്പര്യം ഉണ്ടാകും. ആ താല്പര്യം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ പോലീസും ഒരു ശ്രമം നടത്തണം. പക്ഷെ നിർഭാഗ്യവശാൽ സെൻസർ ബോർഡിലേക്ക് എത്തുമ്പോൾ ആ ഭാഗം കട്ട് ചെയ്യാൻ ആ സെൻസർ കത്തിയുമായിരിക്കുന്ന ആളുകൾക്ക് ഒരു മടി. അവരെ മടി പിടിപ്പിക്കുന്നത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും മോഹിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ അതൊക്കെ കട്ടാൻ വേണ്ടതാണ്. എന്നെ പലപ്പോഴും അത് അതിശയപ്പെടുത്താറുണ്ട്. എന്തിനാ ഈ രംഗങ്ങളൊക്കെ ഈ വിഷ്വലുകളായി കാണിക്കുന്നത്? ഇപ്പോ വന്ന് സൂപ്പർ നായകന്മാർ തന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്ന ശൈലിയില രംഗങ്ങൾ അവതരിപ്പിക്കുന്നത്. അതൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടി കൂടിയാണ് ഈ കഥ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇതുപോലെ പല കാര്യങ്ങളും നടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനൊരു വാർത്ത കേട്ടാൽ അതിശയിക്കത്തില്ല. ഇന്ത്യയിലെ ഒരു പ്രധാന സ്റ്റേറ്റിലെ നിയമസഭാ അംഗങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുക കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അത് സംഭവിച്ചു. MLAയുടെ മുറിയിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ കൊലപാതകത്തെ കുറിച്ചുള്ള കഥ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ കഥയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളുമായി ചിലപ്പോൾ സാമ്യപ്പെടുത്താൻ പറ്റിയേക്കും. ആ കഥ ഞാനിവിടെ കമന്റ് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് കാണുക. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞത് M Life ൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.